സ്ത്രീകൾ പണം സമ്പാദിക്കേണ്ടത് എന്തിന്? ഈ ചോദ്യം കേൾക്കുമ്പോൾ ചിലർ പറയും, ഭർത്താവ് സമ്പാദിക്കുന്നില്ലേ, വീട്ടിൽ എല്ലാം ഉണ്ടല്ലോ, സ്ത്രീകൾക്ക് ഇത്രയും പണം എന്തിനാണ്? ഒരു സ്ത്രീ പണം സമ്പാദിക്കണം എന്ന് പറയുന്നത് ഭർത്താവിനെ വിശ്വസിക്കുന്നില്ല എന്നതുകൊണ്ടല്ല, കുടുംബത്തിനെ സ്നേഹിക്കുന്നില്ല എന്നതുകൊണ്ടുമല്ല. അവൾക്ക് സ്വന്തം ജീവിതത്തിലെ തീരുമാനങ്ങൾ ആത്മവിശ്വാസത്തോടെ എടുക്കാൻ കഴിയണം എന്നതുകൊണ്ടാണ്. കാരണം പണം ഒരു സ്ത്രീക്ക് വെറും സൗകര്യം മാത്രമല്ല, ചില സാഹചര്യങ്ങളിൽ അത് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമാണ്. ഈ വീഡിയോ അവസാനിക്കുന്നത് വരെ കേൾക്കൂ. കാരണം പണം സമ്പാദിക്കുന്ന ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന മാറ്റം വെറും ബാങ്ക് ബാലൻസ് കൂടുന്നത് മാത്രമല്ല. ഒന്നാമത്തെ പോയിന്റ്, സ്വന്തം ആവശ്യങ്ങൾക്ക് മറ്റൊരാളുടെ മുന്നിൽ കൈ നീട്ടേണ്ടി വരാതിരിക്കണമെങ്കിൽ ഒരു സ്ത്രീക്ക് എന്തെങ്കിലും വാങ്ങണം. ഒരു പുസ്തകം, ഒരു കോഴ്സ്, ഒരു പുതിയ ഡ്രസ്സ്, സ്വന്തം ആരോഗ്യത്തിനായി എന്തെങ്കിലും. അപ്പോൾ ഓരോ തവണയും ഇങ്ങനെ ചോദിക്കേണ്ടി വരും, ഇതിന് പണം കിട്ടുമോ? ചോദിക്കുന്നതിൽ തെറ്റില്ല. ഭാര്യയും ഭർത്താവും പരസ്പരം സഹായിക്കുന്നതും തെറ്റല്ല. പക്ഷേ സ്വന്തമായി സമ്പാദിച്ച് കുറച്ച് പണം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ചെറിയ ആവശ്യങ്ങൾക്ക് പോലും ആത്മവിശ്വാസത്തോടെ തീരുമാനം എടുക്കാൻ പറ്റും. അതാണ് സാമ്പത്തിക സ്വാതന്ത്ര്യത്തിൻ്റെ ആദ്യ അനുഭവം. ഇനി രണ്ടാമത്തെ പോയിന്റ്, ജീവിതം എപ്പോഴും നമ്മൾ കരുതുന്നത് പോലെ പോകണമെന്നില്ല. ഇപ്പോൾ നല്ലതായിരിക്കാം, ജോലി ഉണ്ടാകാം, വരുമാനം ഉണ്ടാകാം, കുടുംബത്തിൽ നല്ല സന്തോഷം ഉണ്ടായിരിക്കാം. പക്ഷേ ജീവിതം ചിലപ്പോൾ ചോദിക്കാതെ തന്നെ മാറ്റങ്ങൾ കൊണ്ടുവരും. ജോലി നഷ്ടപ്പെടാം, അപ്രതീക്ഷിത ചെലവുകൾ വരാം, കുടുംബത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. അപ്പോൾ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയും എന്ന് പറയാനുള്ള ആത്മവിശ്വാസം ഒരു സ്ത്രീക്ക് ഉണ്ടായിരിക്കണം. അതിനാൽ പണം സമ്പാദിക്കാൻ പഠിക്കുന്നത് ഭയത്തോടെ ജീവിക്കാൻ വേണ്ടിയല്ല, ജീവിതത്തെ കൂടുതൽ തയ്യാറെടുപ്പോടെ നേരിടാൻ വേണ്ടിയാണ്. ഇനി മൂന്നാമത്തെ പോയിന്റ്, പണം സമ്പാദിക്കുന്നത് സ്ത്രീയുടെ ആത്മവിശ്വാസം മാറ്റും. ഇത് വളരെ ശ്രദ്ധിച്ച് കേൾക്കൂ. ഒരു സ്ത്രീ ആദ്യമായി സ്വന്തം കഴിവിലൂടെ പണം സമ്പാദിക്കുമ്പോൾ അവളുടെ കയ്യിൽ കിട്ടുന്നത് കുറച്ച് രൂപ മാത്രമല്ല, അവളുടെ മനസ്സിൽ ഒരു പുതിയ വിശ്വാസം ജനിക്കും. എനിക്ക് കഴിയും. അതാണ് ഏറ്റവും വലിയ മാറ്റം. രൂപ 500, 5000, 50,000 എത്ര എന്നത് അല്ല പ്രധാനം. എൻ്റെ കഴിവിന് വിലയുണ്ട് എന്ന് സ്ത്രീ തിരിച്ചറിയുന്നതാണ് പ്രധാനം. ഇനി നാലാമത്തെ പോയിന്റ്, സ്വന്തം സ്വപ്നങ്ങൾക്കായി പണം ഉപയോഗിക്കാൻ കഴിയും. നിങ്ങൾക്കൊരു ബിസിനസ് തുടങ്ങണം എന്ന് ആഗ്രഹമുണ്ട്, ഒരു പുതിയ കോഴ്സ് പഠിക്കണം, ഒരു സ്കിൽ പഠിക്കണം, യാത്ര ചെയ്യണം, സ്വന്തമായി എന്തെങ്കിലും ചെയ്യണം. പക്ഷേ പല സ്ത്രീകളും പറയുന്നത് ഇങ്ങനെയാണ്, എനിക്ക് കഴിവുണ്ട്, പക്ഷേ എൻ്റെ കയ്യിൽ പണമില്ല. നിങ്ങളുടെ സ്വപ്നങ്ങൾ ചെറുതാണെങ്കിലും ഒരു സാമ്പത്തിക അടിത്തറ ഉണ്ടാകുമ്പോൾ സ്വപ്നങ്ങൾ വെറും ആഗ്രഹങ്ങളായി നിൽക്കേണ്ടി വരില്ല, അവയ്ക്ക് ആക്ഷൻ കിട്ടും. ഇനി അഞ്ചാമത്തെ പോയിന്റ്, പണം സമ്പാദിക്കുന്നത് മാത്രം പോരാ, പണം കൈകാര്യം ചെയ്യാനും പഠിക്കണം. ഇതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾ സമ്പാദിക്കുന്നുണ്ടോ ഇല്ലയോ, ഓരോ സ്ത്രീയും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ ഉണ്ട്. വീട്ടിൽ എത്ര പണം വരുന്നു, എത്ര ചെലവാക്കുന്നു, എത്ര സേവിങ്സ് ഉണ്ട്, എമർജൻസി വന്നാൽ എന്ത് ചെയ്യും, നിങ്ങളുടെ സ്വന്തം ഫൈനാൻഷ്യൽ ഗോൾസ് എന്താണ്? കാരണം സാമ്പത്തിക കാര്യങ്ങൾ എനിക്ക് അറിയേണ്ടതില്ല എന്ന് പറഞ്ഞ് മാറ്റിവെക്കരുത്. പണം കുടുംബത്തിൻ്റെ കാര്യമാണ്. അതിനെക്കുറിച്ചുള്ള അറിവും കുടുംബത്തിലെ 2 പേർക്കും ഉണ്ടായിരിക്കേണ്ടതാണ്. ഇനി ആറാമത്തെ പോയിന്റ്, സാമ്പത്തികമായി ശക്തയാകുന്നത് കുടുംബത്തിനെതിരെ നിൽക്കലല്ല. ഇവിടെ പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഒരു സ്ത്രീ സ്വന്തമായി പണം സമ്പാദിച്ചാൽ അവൾ കുടുംബത്തെ കേൾക്കില്ല. അങ്ങനെയല്ല. ഒരു സ്ത്രീ പണം സമ്പാദിക്കുന്നത് ഭർത്താവിനെ മറികടക്കാനല്ല, മത്സരിക്കാനല്ല, കുടുംബത്തെ നിയന്ത്രിക്കാനല്ല, കുടുംബത്തിന് കൂടുതൽ ശക്തമായ ഒരു പിന്തുണയാകാനാണ്. 2 പേരും ഒരുമിച്ച് മുന്നോട്ട് പോകുമ്പോൾ സ്വപ്നങ്ങൾ ശക്തമാകും, സുരക്ഷയും വർദ്ധിക്കും, സാധ്യതകളും വർദ്ധിക്കും. ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എന്നത് എനിക്ക് ആരെയും വേണ്ട എന്നതല്ല, എനിക്ക് സംഭാവന ചെയ്യാനും ആവശ്യമെങ്കിൽ തീരുമാനം എടുക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസമാണ്. ഇനി ഏഴാമത്തെ പോയിന്റ്, സ്വന്തം പണം ഉണ്ടെങ്കിൽ സ്വന്തം ശബ്ദത്തിനും ശക്തി വരും. പണം എല്ലാമല്ല, പക്ഷേ സാമ്പത്തിക അറിവും കഴിവും ഉണ്ടെങ്കിൽ
ജീവിതത്തിലെ പല തീരുമാനങ്ങളും കൂടുതൽ വ്യക്തമായി എടുക്കാൻ കഴിയും. എനിക്ക് എന്താണ് വേണ്ടത്, എൻ്റെ ഭാവി എങ്ങനെ സുരക്ഷിതമാക്കാം, എൻ്റെ കുട്ടികളുടെ ഭാവിക്കായി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന ചോദ്യങ്ങൾക്ക് ഭയമില്ലാതെ ചിന്തിക്കാൻ തുടങ്ങും. പണം ഒരു സ്ത്രീയുടെ മൂല്യം തീരുമാനിക്കലല്ല, പക്ഷേ സാമ്പത്തിക കഴിവ് അവളുടെ ചോയ്സസ് വർദ്ധിപ്പിക്കാം. ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ ഏറ്റവും അപകടകരമായ വാക്ക് എന്താണെന്നറിയാമോ? എനിക്കിതൊന്നും അറിയേണ്ടതില്ല, ഇൻവെസ്റ്റ്മെൻറ്റ് അറിയേണ്ടതില്ല, സേവിങ്സ് അറിയേണ്ടതില്ല, ബാങ്ക് കാര്യങ്ങൾ അറിയേണ്ടതില്ല, ഇൻകം ഉണ്ടാക്കാൻ അറിയേണ്ടതില്ല എന്ന് പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ ഒരു പ്രധാന മേഖലയെ പൂർണ്ണമായും മറ്റൊരാളുടെ കയ്യിൽ വിടുന്നത് പോലെയാണ്. നിങ്ങൾ എല്ലാം ഒറ്റയ്ക്ക് ചെയ്യേണ്ടതില്ല, പക്ഷേ എന്താണ് നടക്കുന്നത് എന്ന് അറിയണം, പഠിക്കാൻ തയ്യാറാകണം. നിങ്ങൾക്കിപ്പോൾ 30, 40, 50 വയസ്സായിരിക്കാം, അല്ലെങ്കിൽ അതിൽ കൂടുതലായിരിക്കാം. നിങ്ങളുടെ പ്രായം എന്തായാലും എനിക്ക് ഇനി തുടങ്ങാൻ വൈകിയോ എന്ന ചോദ്യം ചോദിക്കരുത്. ഇന്നു മുതൽ നിങ്ങൾക്ക് പഠിക്കാം, ഒരു പുതിയ സ്കിൽ പഠിക്കാം, ഓൺലൈനായി ജോലി ചെയ്യാം, നിങ്ങളുടെ കഴിവിനെ ഒരു സർവീസ് ആക്കാം, ഒരു ചെറിയ ബിസിനസ് തുടങ്ങാം, ടീച്ചിങ് ചെയ്യാം, കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാം, ഫ്രീലാൻസിങ് പഠിക്കാം. ചെറിയതിൽ നിന്ന് തുടങ്ങാം, പക്ഷേ തുടങ്ങാതിരിക്കരുത്. നിങ്ങൾ ഒരുപാട് കാലം എല്ലാവർക്കും വേണ്ടി ജീവിച്ചു, കുട്ടികൾക്കായി, ഭർത്താവിനായി, കുടുംബത്തിനായി. പക്ഷെ ഒന്ന് നിങ്ങളോട് തന്നെ ചോദിക്കൂ, എൻ്റെ കഴിവ് ഉപയോഗിച്ച് എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഒരുപക്ഷെ നിങ്ങളിൽ ഒരു മികച്ച ടീച്ചർ ഉണ്ടാകും, ഒരു നല്ല ആർട്ടിസ്റ്റ് ഉണ്ടാകും, ഒരു ബിസിനസ് വിമൻ ഉണ്ടാകും, ഒരു നല്ല സ്പീക്കർ ഉണ്ടാകും, ഒരു ഓൺട്രപ്രണർ ഉണ്ടാവും, ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ഉണ്ടാകാം. പക്ഷേ നിങ്ങൾ സ്വയം ഒരു അവസരം പോലും നൽകിയിട്ടില്ലായിരിക്കാം. അതുകൊണ്ട് ഇന്ന് മറ്റുള്ളവർ നിങ്ങളെ വിശ്വസിക്കുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വസിക്കൂ. സോ ഇന്ന് മുതൽ തുടങ്ങാം നമുക്ക് ഈ 5 സ്റ്റെപ്സ്. നിങ്ങളുടെ കഴിവുകൾ എഴുതൂ, നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്ന് എഴുതൂ. ഒരു പുതിയ സ്കിൽ തിരഞ്ഞെടുക്കൂ. ഒന്നിച്ചൊരു 10 കാര്യങ്ങൾ വേണ്ട, ജസ്റ്റ് ഒരു സ്കിൽ മാത്രം. 30 മിനിറ്റ്സ് പഠിക്കൂ, ചെറിയ തുടക്കം മതി. ഇനി 4ാമത്, ഒരു ഇൻകം ഗോൾ നിശ്ചയിക്കൂ. ആദ്യ ലക്ഷ്യം വലിയതാകണമെന്നില്ല. 5ാമത്തെ പോയിന്റ്, നിങ്ങളുടെ ആദ്യ വരുമാനത്തിലേക്ക് പ്രവർത്തിക്കൂ. പെർഫെക്റ്റ് ആകാൻ കാത്തിരിക്കരുത്. സ്റ്റാർട്ട് സ്മോൾ, ലേൺ കണ്ടിന്യൂസ്ലി, ഗ്രോ കോൺഫിഡൻ്റ്ലി. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ പണം സമ്പാദിക്കേണ്ടത് ആരെയും തോൽപ്പിക്കാൻ അല്ല, ആരെയും നിയന്ത്രിക്കാൻ വേണ്ടിയല്ല, നിങ്ങളുടെ കുടുംബത്തെ ഉപേക്ഷിക്കാൻ വേണ്ടിയല്ല, നിങ്ങളുടെ കഴിവ് തിരിച്ചറിയാൻ വേണ്ടിയാണ്, നിങ്ങളുടെ ആത്മവിശ്വാസം വളർത്താൻ വേണ്ടിയാണ്, നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകാൻ വേണ്ടിയാണ്, ജീവിതത്തിലെ മാറ്റങ്ങൾ കൂടുതൽ തയ്യാറായി നേരിടാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഓർക്കൂ, ഒരു സ്ത്രീയുടെ കയ്യിൽ പണം ഉണ്ടാകുന്നത് അവളുടെ കയ്യിൽ കൂടുതൽ തിരഞ്ഞെടുപ്പുകൾ ഉണ്ടാക്കുന്നതാണ്. ഒരു സ്ത്രീ സ്വന്തം കഴിവിൽ വിശ്വസിക്കാൻ തുടങ്ങുന്ന ദിവസം അവളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാകുന്നു. സോ ഇന്നു മുതൽ ഒരു പുതിയ കഴിവ് പഠിച്ച് നിങ്ങളുടെ സാമ്പത്തിക ആത്മവിശ്വാസം വളർത്താൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ കമൻറ്റിൽ ഇങ്ങനെ ചെയ്യും: എനിക്കും എൻ്റെ സ്വന്തം വരുമാനം ഉണ്ടാക്കാം. ഈ വീഡിയോ ഒരു സ്ത്രീക്കെങ്കിലും ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവളിലേക്ക് ഇത് ഷെയർ ചെയ്യൂ. താങ്ക്